രാജ്യം അതീവ ഗുരുതരാവസ്ഥയിലെന്ന് CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം മാനി രാജ. രാജ്യം മുഴുവൻ വർഗീയത പടർന്നു കഴിഞ്ഞു. അസം മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ സത്യപ്രതിജ്ഞയുടെയും ഭരണഘടനയുടെയും ലംഘനമെന്നും മാനി രാജ ചെന്നൈയിൽ പറഞ്ഞു. ഇന്ന് രാജ്യത്ത് ആകമാനം 2014 മുതൽ ഇങ്ങോട്ടേക്ക് നമുക്ക് കാണാം. ഓരോ ദിവസം കഴിയും തോറും രാജ്യത്തെ ജനങ്ങളെ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിപ്പിക്കുന്നതിനും ഒക്കെയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ട് അത് നിരന്തരമായി നടത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ വന്ന് ഇപ്പം വെറുപ്പ് എല്ലാ താഴെ തട്ടുവരെയും എത്തിക്കഴിഞ്ഞൊരു സാഹചര്യമാണ് രാജ്യത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലും തന്നെ. ഒരു മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയായി ഏറ്റെടുത്ത അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സത്യപ്രതിജ്ഞാ ലംഘനമാണ്. അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ലംഘനമാണ്. ഇതിനെ വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ മുഴുവൻ കാര്യങ്ങളും ഏതെങ്കിലും ഒന്നോ രണ്ടോ വിഷയം മാത്രം എടുത്തുകൊണ്ടോ അത് ഇറ്റ് ഈസ് ഓൺലി ഐസൊലേറ്റഡ് ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞ് തള്ളാതെ കാര്യങ്ങളെ ഗൗരവത്തിലെടുക്കണം. വിദേശം പടർത്തുന്ന രീതിയിൽ ഹിമന്ത ബിശ്വ ശർമ്മ നിരന്തരമായി തുടർച്ചയായി ഇത്തരത്തിൽ ഓരോ ആരോപണങ്ങൾ ഓരോ വിമർശനങ്ങൾ ഉയർത്താറുണ്ട്, ഓരോ പ്രതികരണങ്ങൾ നടത്താറുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണോ മനീഷ് മൂർത്തി ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതികരണം മാനിരാജയുടെ ഭാഗത്ത്? തീർച്ചയായും, അതായത് ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹർജി ആനി രാജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സുപ്രീം കോടതി കേസ് പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആനി രാജയുടെ ഈ പ്രസ്താവന നമ്മൾ കാണേണ്ടത്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വലിയ തോതിലുള്ള വർഗീയതയാണ് പറയുന്നത്. പല ഘട്ടങ്ങളിലും ഈ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് അത്രയധികം, അതായത് മുസ്ലിം ന്യൂനപക്ഷത്തെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത്. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ രാജ്യത്തിൻ്റെ അടിത്തട്ട് വരെ വർഗീയത പടർന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ വിളവെടുപ്പാണ് ചെയ്യേണ്ടത്. അതാണ് ഇനിയിപ്പോൾ ഈ പറഞ്ഞ BJP ആണെങ്കിലും RSS ആണെങ്കിലും ഒക്കെ ചെയ്യുന്നത്. ഇനി അതിൻ്റെ വിളവെടുപ്പാണ്. അതിന് തടയിടുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് താൻ ഒറ്റയ്ക്കല്ല, എല്ലാവരും ചേർന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ ഈ രാജ്യം മുന്നോട്ട് പോകണം. ഈ പറഞ്ഞതുപോലെ വർഗീയതയില്ലാത്ത എല്ലാ മനുഷ്യർക്കും തുല്യമായി ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇന്ത്യ, അതിനു വേണ്ടിയിട്ടാണ് നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത്. മാത്രമല്ല ഇനി ആകെ വിശ്വാസം ജുഡീഷ്യറിയിൽ മാത്രമാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി അല്ലെങ്കിൽ ഒരു ഹർജി നൽകിയിട്ടുള്ളതെന്നും രൂക്ഷമായ വിമർശനം തന്നെയാണ് ആനി രാജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രി പറയേണ്ട ഇടങ്ങളിൽ പറയേണ്ട കാര്യങ്ങളേ അല്ല. മാത്രമല്ല അടുത്തിടെ വന്ന പല കാര്യങ്ങളും ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഒഫീഷ്യൽ ഹാൻഡിൽ വഴിയാണ് വന്നത്. അത് ഇതിനേക്കാൾ വലിയ ഗുരുതരമായ ഒരു കാര്യമാണ്. എന്തായാലും അത്തരത്തിലുള്ള ഈ പറഞ്ഞ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രസ്താവനകൾ എല്ലാം തന്നെ ചേർത്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ആനി രാജ ഒരു ഹർജിയും നൽകിയിരിക്കുന്നത്. എന്നാലും ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രസ്താവനകൾ നിയമ നടപടി തുടരുകയാണ്. ആനി രാജ. മനീഷ് പൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വാർത്തയുടെ വിശദാംശം നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.